എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനത്തിനായുള്ള ആദ്യഘട്ട റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ കൈമാറി. പട്ടികയിലെ 450 ഉദ്യോഗാർത്ഥികൾ മന്ത്രിയിൽ നിന്ന് നിയമന ശുപാർശ ഏറ്റുവാങ്ങി. വിഷയത്തിൽ എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ ആശങ്കകളെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടെന്നും അവശേഷിക്കുന്ന ഒഴിവുകളിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, 2016 RPWD ആക്ട് എന്നിവയിലെ വ്യവസ്ഥകൾ പ്രകാരം സർക്കാർ സർവീസുകളിൽ ഭിന്നശേഷി നിയമനം നടപ്പാക്കി വരുന്നുണ്ട്. എന്നാൽ എയ്ഡഡ് സ്കൂൾ മേഖലയിൽ ഇത് കൃത്യമായി പാലിക്കപ്പെട്ടിരുന്നില്ല. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധികളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ കുറവ് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉൾപ്പെടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 1500ഓളം പേർക്ക് നിയമനം നൽകിയിരുന്നു. പിന്നാലെയാണ് 450ഓളം ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് നിയമന ശുപാർശ കൈമാറിയത്. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മേഖലയിലെ അധ്യാപകരുടെ ആശങ്കകളെക്കുറിച്ച് തനിക്ക് ബോധ്യമുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അവശേഷിക്കുന്ന ഒഴിവുകളിൽ ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. യോഗ്യരായ 450ഓളം ഉദ്യോഗാർത്ഥികൾക്ക് കൂടി നിയമന ശുപാർശ നൽകുവാൻ സാധിക്കുമെന്നത് ഏറെ അഭിമാനകരമായ കാര്യമാണ്. അവശേഷിക്കുന്ന ഒഴിവുകൾ നികത്താനായി ഈ വർഷം തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുവാനും സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു ചടങ്ങ്. ഭിന്നശേഷി നിയമന വിഷയത്തിൽ NSSന് നൽകിയിട്ടുള്ള ഉത്തരവ് സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയിലുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുക എന്നതാണ് സർക്കാർ നയം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.